മിഡിൽ ഈസ്റ്റിൽ നിന്നും അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് നിന്നും കേവലം ഞെട്ടിക്കുന്ന ഒന്നല്ല, മേഖലയിലെ മുഴുവൻ സമവാക്യങ്ങളെയും തച്ചുടയ്ക്കുന്ന പോലത്തെ ഒരു മഹാസംഭവ വികാസമാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടീമും ചേർന്ന് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും തടസ്സങ്ങളും പ്രഖ്യാപിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തെഹ്റാന് ലഭിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ വൻ ശക്തി പകരുന്ന ഒരു വമ്പൻ ക്ഷണക്കത്താണ്. ഇസ്ലാമിക് നേറ്റോ എന്നറിയപ്പെടുന്ന പുതിയ സുരക്ഷാ സഖ്യമായ മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റിലേക്ക് ഇറാനെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ നിർണായക നീക്കത്തിന് പിന്നാലെ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ അതിവേഗം തെഹ്റാനിലേക്ക് തിരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ മെക്ക പാക്ട്? ഇറാൻ ഇതിൽ ചേർന്നാൽ അമേരിക്കയുടെ അവസ്ഥ എന്താകും? ഇന്ത്യയും ആഗോള യുദ്ധങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഓഗസ്റ്റ് 7-നാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ 3 പ്രധാന രാജ്യങ്ങൾ ചേർന്ന് മക്കയിൽ വെച്ച് ഒരു ചരിത്രപരമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. നേറ്റോയുടെ ആർട്ടിക്കിൾ 5 തത്വത്തിന് സമാനമായി 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സായുധ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു ഇതിന്റെ കാതൽ. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് പ്രസ് ഏജൻസി മേധാവി മേദി റഹീമി നൽകുന്ന വെളിപ്പെടുത്തൽ പ്രകാരം ഈ സുരക്ഷാ സഖ്യത്തിലേക്ക് ചേരാൻ ഇറാനും ഔദ്യോഗിക ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. തെഹ്റാൻ ഈ ഓഫർ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുകയാണ് എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ബംഗ്ലാദേശും ഈ സഖ്യത്തിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഈ ക്ഷണക്കത്ത് വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ പെട്ടെന്നുള്ള തെഹ്റാൻ സന്ദർശനം വരുന്നത്. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിൽക്കെ അമേരിക്കയ്ക്കും ഇറാന് ഇടയിൽ ഒരു മധ്യസ്ഥത, ഒരു മീഡിയേറ്റർ റോള് വഹിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി നൽകിയ വിവരം അനുസരിച്ച് ഇനി പറയുന്ന പ്രധാന കാര്യങ്ങളാണ് അസീം മുനീറിന്റെ സന്ദർശനത്തിൽ ചർച്ചയാകുന്നത്. 1, മെക്ക പാക്ടിൽ ഇറാന്റെ പങ്കാളിത്തം. സൗദി, പാക്, തുർക്കി ത്രിരാഷ്ട്ര കരാറിലേക്ക് ഇറാനെ ഉൾപ്പെടുത്താനുള്ള നയതന്ത്ര സാധ്യതകൾ. 2, ട്രംപിന്റെ ഉപരോധ മുന്നറിയിപ്പാണ്. അമേരിക്ക ഏർപ്പെടുത്താൻ പോകുന്ന ഉപരോധങ്ങളിൽ നിന്നും മേഖലയിലെ സൈനിക സംഘർഷങ്ങളിൽ നിന്നും തെഹ്റാന് നൽകാവുന്ന ഇളവുകളാണ്. ഇനി 3, ഹൂതി ഹോർമുസ് പ്രതിസന്ധിയാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള എണ്ണ ഗതാഗതത്തിലെ സ്തംഭന അവസ്ഥയും ചെങ്കടലിലെ അവസ്ഥയും പരിഹരിക്കപ്പെടുന്നതാണ് ആ സംഭവം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും സുന്നി ഭൂരിപക്ഷമുള്ള സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ സൈനിക ശക്തികളും ഒരൊറ്റ പ്രതിരോധ കുടക്കീഴിൽ വന്നാൽ അത് അമേരിക്കയ്ക്ക് നൽകുന്ന പ്രഹരം എത്രത്തോളമായിരിക്കും? ഇത്രയും കാലം മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ഒറ്റപ്പെടുത്താനാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചത്. എന്നാൽ അമേരിക്ക ഇറാന് മേൽ ഉപരോധം കടുപ്പിക്കുമ്പോൾ ഗൾഫിലെ അവരുടെ തന്നെ സഖ്യരാജ്യങ്ങളായ സൗദിയും തുർക്കിയും ഇറാനിലേക്ക് കൈ നീട്ടുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പ്രസ് ടിവിയിലൂടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഇറാനെ വെനസ്വേല പോലെ തകർത്ത് കളയാമെന്ന് അമേരിക്ക കരുതി. എന്നാൽ ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ തെഹ്റാൻ ലോകത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഈ സാമ്പത്തിക യുദ്ധത്തിലും നമ്മൾ ഒന്നിച്ചു നിൽക്കും. ഇറാൻ കൂടി മെക്ക കരാറിന്റെ ഭാഗമായാൽ ഇറാന് നേരെ അമേരിക്കയോ ഇസ്രായേലോ നടത്തുന്ന ഏതൊരു സൈനിക നീക്കവും പാകിസ്ഥാന്റെയും തുർക്കിയുടെയും സൗദിയുടെയും നേർക്കുള്ള ആക്രമണമായിട്ട് കണക്കാക്കേണ്ടി വരും. ഇനി ഇതിനോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് 2 സുപ്രധാന കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 1, ഇന്ത്യക്കുള്ള ആശങ്കകളാണ്. പാകിസ്ഥാനും സൗദിയും തുർക്കിയും ഇറാനും ഒരു ബ്ലോക്കായി മാറുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സങ്കീർണമായ നയതന്ത്ര ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇറാനുമായി ചബഹാർ തുറമുഖവും ഇന്ത്യക്ക് അടുത്ത ബന്ധവുമുണ്ട്. ഈ കൂട്ടുകെട്ട് ഇന്ത്യക്ക് ആവശ്യമായ മിഡിൽ ഈസ്റ്റ് എനർജി സെക്യൂരിറ്റി എങ്ങനെ ബാധിക്കുമെന്നത് ഡൽഹി ഉറ്റുനോക്കുകയാണ്. അടുത്തത് റഷ്യ-യുക്രൈൻ യുദ്ധത്തിലെ മാറ്റങ്ങളാണ്. അമേരിക്കയുടെ എല്ലാ ശ്രദ്ധയും മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു പുതിയ ഇസ്ലാമിക് നേറ്റോ നീക്കങ്ങളിലേക്കും ഇറാന്റെ എണ്ണ തടസ്സങ്ങളിലേക്കും ഒക്കെ തിരിയുമ്പോൾ അത് റഷ്യയ്ക്ക് യുദ്ധകാലത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുകയാണിപ്പോൾ. യുക്രൈന്റെ കിഴക്കൻ മേഖലകളിലും ഖാർക്കിവിലും റഷ്യ തങ്ങളുടെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ചുരുക്കത്തിൽ ട്രംപ് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുമ്പോൾ ഇറാൻ മേഖലയിലെ ഇസ്ലാമിക് രാജ്യങ്ങളുമായി ചേർന്ന് വലിയൊരു സുപ്രധാന പ്രതിരോധ സഖ്യത്തിന് തറക്കല്ലിടുകയാണ്. ജനറൽ അസീം മുനീറിന്റെ ഈ തെഹ്റാൻ സന്ദർശനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.